ജൂൺ 12 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ശരിയായ പാർട്ട്ണർഷിപ്പ്, ശരിയായ ബന്ധങ്ങൾ എന്നൊക്കെ പറയാം. ഞാനിന്ന് മധ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുമുള്ള ബന്ധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മറ്റുള്ള മനുഷ്യരുടെ ഇടയിൽ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറാൻ ശ്രമിക്കുന്നു, എന്നിട്ട് അത് നടക്കുന്നില്ല. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നില്ലെങ്കിൽ മറ്റുള്ളവരെ മാറ്റാൻ ശ്രമിക്കുന്നു, ഇത് നടക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് എൻ്റെ കുഴപ്പങ്ങളെന്നുള്ള തിരിച്ചറിവുണ്ടാവുക? എവിടെയാണ് എനിക്ക് കുഴപ്പമുണ്ടായിട്ടുള്ളത്? ഞാൻ കുടുംബത്തിൻ്റെ ഇടയിൽ കുടുംബത്തിലെ ഒരു അംഗമായിരിക്കാനായിട്ട് എനിക്ക് സാധ്യമായിരുന്നില്ല. സുഹൃത്തുക്കളുടെ ഇടയിലും പറ്റിയില്ല. കാരണം കുടുംബത്തിലും ഞാൻ ഡൊമൈൻ ചെയ്യണം, ഞാൻ ആഗ്രഹിച്ച രീതി കാര്യം നടക്കണം, മറ്റുള്ളവർ ഞാൻ ആഗ്രഹിച്ച രീതി പെരുമാറണമെന്നാണ്. സുഹൃത്തുക്കളുമായിട്ടുണ്ടായ പ്രശ്നങ്ങളും അതുതന്നെയാണ്. സുഹൃത്തുക്കൾ എന്നെ പരിഗണിച്ചില്ല, ഞാൻ വിചാരിച്ച പോലെ ചെയ്തില്ല, എന്നെ സഹായിച്ചില്ല എന്നും പരാതികളും പരിഭവങ്ങളുമാണ്. കാരണം എന്താണ്? ഈ സുഹൃത്തുക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ മാറിയിട്ടുണ്ടോ, ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ടോ എന്ന് ചിന്തയില്ല. അവർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ? പക്ഷെ അത് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവർ പ്രവർത്തിക്കണം എന്നാണ്. അപ്പം ആ രീതിയിൽ എന്തുകൊണ്ടാണ് യഥാർത്ഥ സുഹൃത്ത് ബന്ധം എനിക്കില്ലാതിരുന്നത് എന്നുള്ള തിരിച്ചറിവ്. യഥാർത്ഥത്തിൽ ഞാൻ ആരുടെയും സുഹൃത്തായിരുന്നില്ല. എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരുമായിട്ട് ബന്ധം ഉണ്ടാക്കുക, താൽക്കാലിക ബന്ധം ഉണ്ടാക്കുക. എന്തിനാണ്? ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കണം. അതാണ് യഥാർത്ഥ സൗഹൃദം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല. കുടുംബത്തിലെന്താ, എനിക്ക് കുടുംബം വേണം, ഭാര്യ വേണം, മക്കൾ വേണം എന്നൊക്കെ പറയുമ്പോഴും അവിടങ്ങളിലൊക്കെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ അടിമകളായിട്ട് ഞാൻ പറയുന്ന അതിൽ കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകളുമായിട്ടാണ്. അവിടെയാണ് എൻ്റെ കുഴപ്പങ്ങൾ എന്താണെന്നുള്ള ഒരു ബോധ്യം. മറ്റൊരു മനുഷ്യനുമായിട്ട് യഥാർത്ഥത്തിലുള്ള സൗഹൃദം എനിക്ക് സാധ്യമായിരുന്നില്ല. എനിക്കൊരു കുഴപ്പമുണ്ട്. അവിടങ്ങളിലൊക്കെ ഞാൻ ചില പണികൾ, മാറ്റത്തിന് വിധേയമാകണം. ശരിയായ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യണം? അതിന് പരാജയം സമ്മതിക്കണം. ഉണ്ടാക്കിയിരുന്ന ബന്ധങ്ങളൊന്നും ശരിയല്ല എന്നുള്ള ബോധ്യം ഉണ്ടാവണം. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് യഥാർത്ഥ സൗഹൃദം, യഥാർത്ഥ ബന്ധങ്ങൾ, യഥാർത്ഥ പാർട്ട്ണർഷിപ്പ് മറ്റുള്ളവരുമായി ചേർന്നുകൊണ്ട് അതാരാണോ അവിടങ്ങളിൽ ഉപാധികളില്ലാതെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ മറ്റുള്ളവർ മാറുക എന്നുള്ളതല്ല, മറിച്ച് മറ്റുള്ളവരുമായിട്ട് ഞാൻ എങ്ങനെ രമ്യതയിൽ നിൽക്കുന്നു, മറ്റുള്ളവരെ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ മാറ്റിയിട്ടല്ല. അപ്പോൾ ആത്മത്തിലേക്ക്, ഞാനെന്ന് പറയുന്ന സ്വത്വത്തിലേക്ക് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ എന്നെ പ്രാപ്തമാക്കുന്ന പ്രോഗ്രാമാണ്. അപ്പോൾ അപരനെ എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് ഞാൻ പ്രാപ്തമാകുന്നു, എങ്ങനെയാണ് അപരന് വേണ്ടിയിട്ട് ഞാൻ മാറിയിട്ടല്ല. നമ്മൾ പറയാറുണ്ട്, മറ്റുള്ളവരെ പോലെ അവർക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ സാധ്യമല്ല എന്ന് പ്രോഗ്രാം പറഞ്ഞിട്ട് എനിക്ക് ഞാനേ ആവാൻ പറ്റൂ. ഇന്നലത്തേക്കാൾ മികച്ച ഞാനായിട്ട് മാറണം. അതിനു മുന്നേ ഞാൻ അറിയണം എനിക്ക് ഈ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഇപ്പോൾ ഏയുടെ കൂട്ടായ്മയിലായിക്കോട്ടെ, എൻ്റെ കുടുംബത്തിലായിക്കോട്ടെ, മറ്റ് കൂട്ടുകാരുടെ ഇടയിലായിക്കോട്ടെ, ഞാനിവിടെ ഉപാധികൾ വെക്കുന്നു, ഞാൻ ആവശ്യപ്പെടലുകൾ നടത്തുന്നു. ഞാൻ ആഗ്രഹിച്ച രീതി അവൻ പറഞ്ഞില്ല, അവൻ എൻ്റെ കുറ്റം പറഞ്ഞു, ഇവൻ അത് പറഞ്ഞു. എന്തുകൊണ്ടാണ്? അവൻ കുറ്റം പറയാൻ പാടില്ല, എന്നെ നോക്കാൻ പാടില്ല, എന്നെ ചീത്ത പറയാൻ പാടില്ല എന്ന് ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അതേ തോന്നൽ മുതിർന്നപ്പോഴും എനിക്കുണ്ട്. എന്നെ ആരും ഒന്നും പറയരുത്, ഞാൻ വിമർശനത്തിൽ അതീതനാണ്, എന്നെ കളിയാക്കരുത്, എന്നെക്കുറിച്ച് ആരും ഒന്നും പറയാം. കാരണം എനിക്ക് എല്ലാവരും വിമർശിക്കാം, എനിക്ക് എല്ലാവരെയും കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാം, എന്നെ ആരും പറയരുത് എന്നുള്ള മനോഭാവം അത് മാറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ കുഴപ്പങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. തെറ്റ് ചെയ്താൽ അത് സമ്മതിക്കണം, എൻ്റെ തെറ്റാണ്. ആ തെറ്റ് സമ്മതിക്കാൻ തയ്യാറാവുന്നവരോട് മാത്രമേ എനിക്ക് കരുത്തുണ്ടാക്കാൻ പറ്റൂ. മറ്റേത് ഞാനിങ്ങനെ വീൺവാക്കുകൾ പറഞ്ഞുകൊണ്ട് എനിക്ക് യാതൊരു മാറ്റവും ഇല്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസിൻ്റെ കൂട്ടായ്മയിലാണെന്ന് പറഞ്ഞ് സഞ്ചരിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ എന്ന് പറയുന്നത് ജീവിത രീതിയാണ്, മാറ്റം വരുത്തേണ്ടതാണ്. മാറ്റം വരുത്താൻ എന്ത് ചെയ്യണം? ഞാനിത് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്നിലേക്ക് നോക്കിക്കൊണ്ട് എന്നെ കമ്പയർ ചെയ്തുകൊണ്ട് എന്നെ മാറ്റാനുള്ള ആശ്രയത്വത്തിന് പകരം യഥാർത്ഥ ആശ്രയത്വത്തിലേക്ക് വരിക. മറ്റുള്ളവരെ എങ്ങനെ ഉൾക്കൊള്ളണം, അവരുമായിട്ട് എങ്ങനെ യഥാർത്ഥ സൗഹൃദത്തിലേക്ക് വരണം, ഉപാധികളില്ലാതെ മറ്റു മനുഷ്യരുമായിട്ട് എങ്ങനെ ഇടപെടണമെന്ന ബോധ്യമാണ് ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ ഓർമ്മപ്പെടുത്തുന്നത്. നമുക്ക് ഒരുമിച്ചുകൊണ്ട് പറയുന്ന തത്വങ്ങളുടെ മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.